നാരങ്ങ 12. ആ കയ്യിലിരിക്കുന്ന വെക്കേ. തുടച്ചിട്ടൊക്കെ വെക്കല്ലേ. ആ ഒരുപാട് തുടക്കല്ലേ, തേഞ്ഞു പോകും. നെക്സ്റ്റ് മാങ്ങ കുപ്പി 30, ചെറുത് 10. ആ ഇതൊക്കെ എണ്ണ അടിക്ക് എപ്പ തീരാനാ? ഇനി കുറച്ച് കഴിയട്ടെ. ഒരു ടീ ഇട്ടു നോക്ക്. അത് എളുപ്പമല്ലേ, നമ്മുടെ കയ്യിൽ സ്റ്റൗ ഉണ്ട്, പാത്രമുണ്ട്, തേയിലുണ്ട്, മിൽക്ക് പൗഡർ ഉണ്ട്, പഞ്ചാര ഉണ്ട്. ഫ്ലാസ്ക് ഉണ്ടോ? ഉണ്ട്. അതെടുത്ത ഹോട്ടലിൽ പോയി 2 ടീ മേടിച്ചുണ്ടോ? അങ്ങനെ ആട്ടെ. ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ കയറി ഇറങ്ങുന്നത് എപ്പോഴും ആന്റിമാരാ. വല്ല ബ്യൂട്ടി പാർലർ ആയിരുന്നു ഇപ്പൊ അടുത്ത് വിട്ട് 24 hours ഞാൻ തന്നെ ഡ്യൂട്ടി നോക്കിയാനെ. എന്തിന് കേക്കണ്ടേ? ആ ലോണ് എന്ത് വാങ്ങാനാ? പിന്നെ ഫാരക്സ് ഫാരക്സ് വേണ്ടേ? നിന്നെ പോലെ വളരുന്ന കുട്ടികൾക്ക് അവിടെ ഇരിപ്പുണ്ട്, പോയി എടുക്ക്. ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ല. പിന്നെ വലിയ കുട്ടിയോ? അല്ല, പെൺകുട്ടിയാ. ആണോ? പാർട്ടായിട്ട് നോക്കുമ്പോ ഇവിടെ ആള് കൊള്ളാലോ. അഞ്ജലി, ഏയ് ഈ പെർഫ്യൂം അടിച്ചു നോക്കിയേ. എന്താ അവള് വാങ്ങിയത്? ഒരു പെർഫ്യൂം. അത് പുരുഷന്മാർക്കുള്ളതല്ലേ? ഇതെന്താ തുറക്കൂലേ? അത് തുറക്കൂല. എന്താ കേടായോ? കേടൊന്നുമല്ല, അത് തന്റെ അച്ഛൻ പൂട്ടിയിട്ട് പോയിരിക്കുക. അത്രയ്ക്ക് വിശ്വാസമാണല്ലേ? എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മോനെ വിശ്വാസമില്ല. അപ്പൊ ഔട്ടാകില്ലേ? എന്നാലാ ബൗളോടെ മൂക്ക് നോക്കടാ. അപ്പൊ മാച്ച് കൊള്ളാം. ആടിയാ പോറ്. ഈ പറഞ്ഞത് ശരി തന്നെടേ. ഇതൊക്കെ എല്ലാരും ഇത്തിരി ഓറാണല്ലോ. 12 ഓവറിലായിട്ടുള്ളൂ, ബാക്കി കിടക്കുന്നല്ലേ ഉള്ളടാ. നിങ്ങളൊക്കെ എന്താ ഋഷിയുടെ ഫാനാ? നോ ഫ്രണ്ട്സ്. ആ ഒരു 4 അടിച്ചാനാണോ ഈ കൈ അടിക്കുന്നത്? സെഞ്ചുറി അടിച്ച കൈ അടിക്കുമോ സാർ? ആ സെഞ്ചുറിയെങ്കിലും എടുത്താലല്ലേ? ഈസി ആയിട്ട് എടുക്കും. എന്താ ബെറ്റുണ്ടോ? എടാ ഋഷിയുടെ സ്കോർ എത്ര? ഏകദേശം 45ഓളമായി. കറക്റ്റ് ആയിട്ട് എത്ര വരും? 46. 50 പോലും തേക്കില്ല. 2000 ബെറ്റ്. തേകയ്ക്കും 4000 ബെറ്റ്. ഡൺ. ഒരു ഫോൺ അടിക്കടാ. രാത്രി മുഴുവൻ ഫോൺ അടിച്ച് വിറ്റേ കിടക്കാം. ഹായ് ഹായ്. ഋഷി ഭയങ്കര ഫോമിലടി. പൈസ അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടോ നിനക്ക്? ഒരു ഫ്രണ്ട് ഔട്ടായിരിക്കുമ്പോഴാ പൈസ ചോദിക്കുന്നത്. ഇത്രയും നേരം സച്ചിനെ പോലെ കളിച്ചിട്ട് ഇപ്പൊ ചത്തവനെ പോലെ ഔട്ടായി വരുന്നു. മാച്ച് ഫിക്സിങ്. ഏയ് എന്തൊരു നോട്ടമായത്? സിംഗിൾ ലൈറ്റുള്ള മത്തങ്ങ കണ്ണായിട്ട് ഞാനെന്ത് ചെയ്തു? എന്ത് ചെയ്തെന്നോ? നീ എന്നെ നോക്കിയില്ലേ? എല്ലാരും നോക്കുന്നുണ്ടല്ലോ. അവര് നോക്കുന്ന വേറെ, നീ നോക്കുന്ന വേറെ. എന്ത് വേറെ? സീനിയേഴ്സിനോട് തക്കുത്തരം പറഞ്ഞാ ലൈഫ് പാളിപ്പോവും. ഓർത്തോ, മനുഷ്യന്റെ കൺട്രോൾ ആയിട്ട് രാവിലെ വേഷം കെട്ടി ഇറങ്ങും. 2 ഉണ്ട കണ്ണു. അമ്മ അവളൊന്ന് നോക്കിയൊരു 4000 പോയി. അവളെങ്ങനെ ചിരിച്ച 40,000 പോലായിരുന്നു. ഇവിടെ ഇനി ലൈഫിൽ പറ്റി നോക്കില്ല. കാശ് കൊടുത്ത് വാങ്ങിച്ച് വായിച്ചൂടെ? വായിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ.
ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ വായിച്ചു തീർത്തിട്ട് ഏതെങ്കിലും ഒന്ന് വാങ്ങിട്ട് വാ. ബുക്ക് വാങ്ങിക്കാനാണ് വന്നത്. നമ്മൾ വിൽക്കുന്നതല്ല, വാങ്ങുന്ന ഏർപ്പാടൊന്നുമില്ല. ഏതെങ്കിലും ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പൊ എന്തിനാ ഞാൻ വന്നാന്ന് പറഞ്ഞില്ലെങ്കിൽ നീ വിടുന്നെന്ന് തോന്നുന്നല്ലോ. ചുമ്മാ ചോദിച്ചതാണ് എന്റെ അപ്പോ. അത് പോട്ടെ, ഈ മണി നിനക്ക് ഇഷ്ടമാണോ? എന്താ വാങ്ങിച്ചു തരുമോ? നീ പൈസ തന്നാ മതി, എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഒരു ഐസ്ക്രീം കഴിച്ചാലോ? ഇപ്പോഴും ഈ മഴയത്ത് പൊട്ടും കടല ഏത് മന്ത്രം കഴിക്കും. ഐസ്ക്രീം തിന്നുന്നതാണ് റൊമാൻറ്റിക് ഫെല്ലോ. നീ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വാങ്ങിട്ട് വരാം. ശരി. അവൻ കാശില്ലാതെ എങ്ങനെയാ? ഐസ്ക്രീം പറഞ്ഞിവിടെ, നമുക്ക് കഴിച്ചിട്ട് പോവാം. ഈ മഴയത്ത് ഐസ്ക്രീമോ? ഈ മഴയത്ത് പുട്ടും കടലും ഏത് മണ്ടനും കഴിക്കും. ഐസ്ക്രീം കഴിക്കുന്നവരാ റൊമാൻറ്റിക്. നീ ഋഷിയെ കണ്ടു അല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? ആ ലാംഗ്വേജ് നിന്റെ അല്ല മോളെ. ആട്ടെ, എത്ര നേരമായി പോയിട്ട്? 15 minutes. പാർലർ അടുത്ത് തന്നെ, വാ പോയി നോക്കാം. ഓക്കെ. എത്ര രൂപ വാങ്ങിച്ചു? 100 രൂപ. എന്നാ ചെന്ന് 100 രൂപ കൊടുക്ക്. പാവത്തിന് പോരാതെ വന്നാലോ? പ്രിയ, നിന്റെ കൂടെ ഇപ്പൊ ഒരു കാപ്പ് കുടിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. എന്താ ഇന്ന് കാണില്ലെന്ന് വിചാരിച്ചോ? അല്ല, നീ കാപ്പ് കുടിക്കുന്നതല്ല നീ വിചാരിച്ചു. Come on, man. Excuse me. 1 second. Yeah, sure. എന്തിനാ ഇങ്ങോട്ട് വന്നത്? വേറെ പണിയൊന്നുമില്ല നിനക്ക്? പണിയില്ലാത്ത ഞങ്ങൾക്കല്ല, നിനക്കാ. ഇവൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്രിയമായി ഇവിടെ ഇരുന്ന് ലാത്തി അടിച്ച് കോഫി കുടിക്കുക. ഓഹോ, അക്കാര്യത്തിന് വന്നതാ? അല്ല. അപ്പൊ നീ നിന്റെ വായടക്ക്. ആഫ്റ്റർ 100 രൂപയ്ക്ക് വേണ്ടി ജെയിംസ് ബോണ്ടിനെ പോലെ ഐസ്ക്രീം കൂട്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഐസ്ക്രീം കഴിക്കാൻ തലയ്ക്ക് പറ്റുണ്ടോ? ആമ്പലാവുമ്പോ പല പെമ്പിളോട് സംസാരിച്ചിരിക്കും, അത് സ്വാഭാവികം. അതിനുള്ള റോഡിൽ വെച്ച് ഇങ്ങനെ ചീപ്പായിട്ട് പഞ്ചായത്ത് വിളിച്ചു വിട്ടുന്നത്. സോറി. എന്താ? ഐ എം സോറി. സാരമില്ല, ഇനി മേലിൽ ആവർത്തിക്കരുത്. മഴ കഴിഞ്ഞാൽ പനി പിടിക്കും. നേരത്തെ വീട്ടിൽ പോകാൻ നോക്ക്. ചെല്. വഴിയിൽ എങ്ങാനും ഐസ്ക്രീം പാർലർ കണ്ട് ഇറങ്ങിയാൽ വയറ് കുറച്ച് കിട്ടിയില്ല ഐസ്ക്രീം. ഇനിയും നിക്കണേ, വരുന്നേ വാ. ഫസ്റ്റ് ബെല്ലടിച്ചോണ്ട് ക്ലാസ്സിൽ കയറാൻ പോണ വിദ്വാൻ. അത് രവിയാ, സർവവിജ്ഞാന കോശം. ഏത് ചോദ്യത്തിന് ഉത്തരം റെഡിയാ. എടാ രവിയേ, ഇഞ്ഞി വാ. നീ സർവവിജ്ഞാന കോശമാണെന്ന് കേട്ടു. രണ്ടാം ലോകമയുദ്ധം എന്നാ നടന്നത്? 1939 to 1945. അതിൽ എത്ര പേര് മരിച്ചുപോയി? 2 കോടിയിലധികം പേർ. അവരുടെ പേരറിയാമോ? നീ പോയി കണ്ടുപിടിച്ചിട്ട് വാടാ. എങ്ങനെയുണ്ട് ജോക്ക്? സൂപ്പർ. ഇവിടെ ജോക്ക് പറയേണ്ട ആരാടാ? നീയാ. അപ്പൊ നീയോ? ചിരിക്കണം. കേറി ഹെഡ് അല്ലേ? സോറിടാ. ജെന്റിൽമാൻ വരുന്നുണ്ട്. ഒരു നിമിഷം സാർ, സുനീറിന് ഡൗട്ട് ഉണ്ട്, ചോദിച്ചോളൂ. സർ, 1 മോർണിംഗ് പ്രീതി സിൻഹ നിങ്ങളുടെ വീട്ടിലെ കഥകളുണ്ട്. സുപ്പ് സുപ്പ്, നിന്നെ ഞാൻ ഗാഠമായി പ്രേമിക്കുന്നു. നിന്റെ ഭാര്യ കൊന്നിട്ട് എന്നെ കല്യാണം കഴിക്കുമ്പോൾ ചോദിച്ചാ സാർ എന്താ ചെയ്യുക? സിമ്പിൾ. നിന്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ ഭാര്യയെ കൊണ്ട് എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്ന് ലെറ്റർ എഴുതിച്ച് മേടിച്ച് നൈസായിട്ടുള്ള വകവരുത്തി പ്രീവിയസിന്റെ വാങ്ങിച്ച് ഇരിക്കും. താങ്ക് യു, താങ്ക് യു. ആളുതാ ലെറ്റർ എടുത്ത് മേടിച്ചോ. അതെ, കനകം തന്നെ. അമ്മയെ പറഞ്ഞു പറ്റിച്ച് എന്നെ കെട്ടിയത് പോരില്ല തനിക്ക്. വേണം അല്ലേ? ശ്രീദേവി പോലെ ഞാനുള്ളപ്പോ പെണ്ണ് കാണാൻ വന്നപ്പോ വിഗം വെച്ച് ആളെ പറ്റിച്ചിട്ട് ഇപ്പൊ താനെ കൊല്ലാൻ നോക്കുന്നു. തന്നെ അഞ്ജലി, അഞ്ജലി, അന്ന് പ്രിയ അപ്രതീക്ഷിതമായി കയറി വന്നുകൊണ്ട് ഞാൻ അല്പം ഓവറായിപ്പോയി. ഐ എം സോറി, ഐ എം റിയലി സോറി. ഓർഡർ സർ. കോഫി ഉണ്ടോ? ഹോട്ട് കോഫി ആണോ കോൾഡ് കോഫി ആണോ സർ? ഹോട്ട് എത്ര, കോൾഡ് എത്ര? ഹോട്ട് 35, കോൾഡ് 80 സർ. കോൾഡ് വേണ്ട, 2 ഹോട്ട് കോഫിയും 5 കപ്പും. 2 കോഫിക്ക് 5 കപ്പ് കിട്ടില്ല സർ. അതെന്താ? 4 കപ്പ് ഒരു ഗ്ലാസ് കൊണ്ടുവാ. ഓക്കെ സർ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നല്ല തല്ല് കിട്ടാൻ കൊള്ളാം.
നിനക്കോ? അപ്പന്. നിന്റെ? അല്ല നിന്റെ. ഋഷി ആയിരിക്കുന്ന കിളി കൊള്ളാടാ. എവിടെ? ഡേയ്, അവിടെ നോക്കിയിരുന്ന ചൂട് കോഫി തണുക്കും. ബില്ല് 80 ആവും. ഡേയ്, വൈകുന്നേരം വഴുതക്കാട് കലാഭവൻ ഷക്കീലപ്പടം ഓടുന്നുണ്ട്. ഫുൾ സീനാടാ. അത് കാണാൻ പോടാ. സോറിടാ, ഞാൻ 5 മണിക്ക് പെണ്ണ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കാം. അതിന് 5 ആയില്ലല്ലോ. ഫോൺ ചെയ്തിട്ട് വരാം. എക്സ്ക്യൂസ് മീ. Yeah? ഗെറ്റ് മീ 335 1 minute. ഹലോ, ഹലോ, അഞ്ജലി ഒന്ന് വിളിക്കാമോ? നിങ്ങളാരാ? ഞാൻ പൃഥ്വിരാജാണ്. ആരെ? ഇന്ദ്രജിത്തിന്റെ അനിയൻ സുകുമാരന്റെ മകൻ. നീ ആ ഫോൺ കൊടുക്ക്. അഞ്ജലി, നിനക്കാ ഫോൺ. ആരാ? ഏതോ പൃഥ്വിരാജ് എന്ന് പറയുന്നവനാ. ഹലോ. ഞാൻ ഋഷിയാണ് സംസാരിക്കുന്നത്. എന്തേ, കോളേജിൽ നിന്ന് എത്തിയോ? ഭക്ഷണം കഴിച്ചോ? വെരി ഗുഡ്. ആ ലെറ്റർ നീ ബ്രേക്ക് കൊടുത്തോ? എങ്കിൽ നീ പഠിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ. എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് സംസാരിക്കണം. ഡെഫിനറ്റ്ലി. ഞാൻ വച്ച ശേഷം നിങ്ങൾ നമ്പർ പറഞ്ഞാൽ അവർ കണക്ട് ചെയ്ത് തരും. എനിക്കും ആ നമ്പറാ വേണ്ടത്. നിങ്ങൾ അഞ്ജലിയുടെ ഫാദർ. പ്ലീസ്. ഹലോ അഞ്ജു, ഞാനാടാ. ഡാഡ്. ഒന്നുമില്ലടാ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. അമ്മയോട് പറഞ്ഞേക്ക് വെയിറ്റ് ചെയ്യണ്ടെന്ന്. ബൈ. ബൈ. അഞ്ജലിയുടെ അച്ഛനാണ് സാർ. പറഞ്ഞില്ലേ? ഞാൻ അഞ്ജലിയുടെ ക്ലാസ്മേറ്റാ. ഐ എം ഋഷി. ഓ, സാറിന്റെ മോള് നല്ല സുന്ദരിയാ. താങ്ക് യു. പക്ഷെ സാറിന് മോശമായ അല്ല. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ, ബൈ. മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞേ ഉള്ളൂ. നൈസ് ടു മീറ്റ് യു സാർ. ബൈ. ഹായ്. എവിടെ പോയതാടാ? പാവ ഈ കുട്ടി 1 മണിക്കൂറായി കാത്തിരിക്കുന്നു. ഇരിക്കും മോളെ. ഇവള് അതെന്താടാ? ഈ കുട്ടി നിന്റെ കോളേജിൽ തന്നെ ഉള്ളതല്ലേ? ശരിയാ, എവിടെയോ കണ്ടതുപോലുണ്ട്. പരിചയമില്ലാന്ന് ഭാവിക്ക. എന്നെ അറിയായിരിക്കും. നിങ്ങൾ തമ്മിൽ അറിയാന്ന് പറഞ്ഞല്ലോ. അമ്മേ, നിങ്ങൾ ഇതൊരു അമ്പലത്തിൽ പോയില്ലേ? ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ പോയി തരാം. ഞങ്ങൾ പോയിട്ട് വരാം മോളെ. ശരി ആന്റി. ബൈ അഞ്ജലി. ബൈ. അഞ്ജലിക്ക് എന്തോ ഡൗട്ട് ഉണ്ട്, ക്ലിയർ ചെയ്ത് കൊടുക്ക്. നീ എന്താ ഇവിടെ കയറി താമസിക്കാമെന്നിരിക്കാ? ഇങ്ങോട്ട് ഇറങ്ങി വാ. വാ. ഇറങ്ങിയില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഉടനെ പ്രിയങ്ങി വരും. വരില്ല. അവളുടെ ബോഡി വളർന്നെങ്കിലും ബ്രെയിൻ വളരാത്തതുകൊണ്ട്. ഈ ഡയലോഗ് ഇവിടെ കേട്ട പോലെ ഉണ്ടല്ലോ. കേട്ടതുപോലെയല്ല, എഴുതിയതുപോലെ തോന്നുന്നുണ്ടാവും. നീ ആ ലെറ്റർ വായിച്ചല്ലേ? വായിച്ചു. വേറൊരാൾക്കുള്ള ലെറ്റർ വായിക്കുന്ന മാനസ് അല്ലെന്ന് നിനക്കറിയില്ലേ? വേറെ വല്ലവർക്കുള്ള ലെറ്ററിൽ എന്നെ കുറിച്ച് എഴുതുന്നത് മാനസിൽ നീയാക്ക് പറഞ്ഞൂടെ? നീ ആ ലെറ്റർ എടുക്ക. ഇത് എവിടെ കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അഞ്ജലി, നമുക്കൊരു എഗ്രിമെന്റ് എത്താം. നീ ആ ലെറ്റർ തന്നാ നീ ചെയ്ത തെറ്റ് ഞാനും ക്ഷമിച്ചെന്നേക്കാം. അങ്ങനെയാണോ? നീ കൊളാക്കില്ലല്ലോ. നിന്നെ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കായിരുന്നു. എന്തൊരു പോയിട്ടില്ല. പ്രിയന്റെ കരളിന്റെ കരളെ, അഞ്ജലി പ്ലീസ്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ പതിഞ്ഞു പോകുന്ന അഞ്ജലി, ആ ലെറ്റർ തരാം. ദൈവത്തിന്റെ അഞ്ജലി, 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 നിന്നോടാ പറയുന്നത്. ആ ലെറ്റർ ഇതാ. അഞ്ജലി പ്ലീസ്. അഞ്ജലി, അവിടെ നിൽക്കാൻ. അഞ്ജലി, അവിടെ നിൽക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ ലെറ്റർ തരാൻ. നാളെ ഇത് കാലിൽ അഞ്ജലി. ഞാൻ ഒറ്റയ്ക്കും. അഞ്ജലി, തരില്ല. ആ ലെറ്റർ ഇതാ. അഞ്ജലി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കില്ലേ?
എനിക്ക് ലവ് ലെറ്റർ എഴുതിയിട്ട് എന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം എന്നുള്ള നിന്റെ ഇഷ്ടം, കാര്യം ധരിപ്പിക്കേണ്ട എന്റെ ആവശ്യം. അഞ്ജലി, ഒരു മാവുണ്ടെന്ന് വെക്കുക, അതിലൊരു മാമ്പഴം ഉണ്ടെന്നിരിക്കട്ടെ. ആ മാമ്പഴം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ മാമ്പഴം എറിഞ്ഞിടാൻ ഒരു കല്ല് കിട്ടുമെന്ന് നമ്മൾ നോക്കും. കണ്ടു നിൽക്കുന്നവർ കരുതുന്നുണ്ടാവും ഇവൻ മാമ്പഴം കണ്ടിട്ടും വീണ്ടും താഴെ എന്താണ് തിരയുന്നതെന്ന്. ബട്ട് ആക്ച്വലി പഴത്തെ പോലെ തന്നെ കല്ലിനുമുണ്ട് അതിൻ്റെതായ ഇമ്പോർട്ടൻസ്. ഈ കഥയിൽ കല്ല് പ്രിയയാണ്, മാമ്പഴം നീ.